വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. അങ്ങനെയാണ് എന്തായാലും ഈ ഒരു ഹെർബൽ പേസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയാണ് ഒരു വാണിംഗ് ഇല്ല. വേപ്പ്, ഗ്രാമ്പു, ഇരട്ടി മധുരം, നല്ലയിനം കക്കകളൊക്കെയാണ് അതിൽ വരുന്നത്. പല്ല് വേദനയ്ക്കും മോണവഴുപ്പിനൊക്കെ നല്ല റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഓരോരുത്തരും പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് വാങ്ങണല്ലോ. അപ്പൊ എന്റെ മോന് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു പേസ്റ്റ് തന്നെ വാങ്ങാം. അന്ന് 175 രൂപയായിരുന്നു പേസ്റ്റിന്. അപ്പൊ ആ പേസ്റ്റ് വാങ്ങി വീട്ടിലെത്തിയപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഓ ഇത്രയും വിലേന്റെ പേസ്റ്റ്, അതൊക്കെ ഞാൻ വെറുതെ പറ്റിച്ചതാ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങിയല്ലോ, നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഒരാഴ്ച ഒരു പേസ്റ്റ് ഉപയോഗിച്ച സമയത്ത് നല്ലൊരു റിസൾട്ട്. കാരണം നമ്മൾ സാധാരണ കോൾഗേറ്റിന്റെ പേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചായ കുടിക്കുന്ന സമയത്തൊക്കെ വായിക്ക് ഒരു മരവിപ്പായിരിക്കും, ആ ഒരു ചായയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. പക്ഷെ ഈ ഒരു പേസ്റ്റ് കൊണ്ട് തേക്കുന്ന സമയത്ത് നമുക്ക് ചായയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നു. രാത്രി ബ്രഷ് ചെയ്താലും രാവിലെ നല്ല ഫ്രഷ് ആയിരിക്കും വായ. അങ്ങനെ കുറച്ച് നല്ലൊരു വ്യത്യാസം തോന്നി. അതേപോലെ തന്നെ ഈ ഒരു മോന് ഉണ്ടായിരുന്ന മോണപഴുപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് മെല്ലെ മാറി കിട്ടിയെന്ന് മാത്രമല്ല, ഇന്നിപ്പോ ഞാൻ 7 വർഷത്തോളമായി നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഇന്ന് വരെ പല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോവേണ്ടി വന്നിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ പല്ല് വേദനയോ മോണപഴുപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും പിന്നെ വന്നിട്ടില്ല. അപ്പൊ അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ കയ്യിലുള്ളത് എന്ന് മനസ്സിലായി. പിന്നെ ഹസ്ബൻഡിനോട് അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബിസിനസ് അവസരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസ് ഒന്നും എനിക്ക് താല്പര്യമില്ല, കാരണം ബിസിനസിനെ പറ്റി നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ ഞാനൊരു ടൈലർ ഷോപ്പ് നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഹസ്ബൻഡിനോട് ചോദിക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് ഹസ്ബൻഡിനെ കണ്ട് സംസാരിച്ചു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാമിന് പോവാനുണ്ട്. അങ്ങനെയാണ് ഞങ്ങള് വടകരയില് ഒരു GTS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഞാനും ഹസ്ബൻഡുമാണ് പോയത്. പോയ സമയത്ത് പിന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവിടെ എക്സ്പീരിയൻസ് പറയുന്ന കുറെ ആളുകൾ, അതിൽ സാധാരണ വീട്ടമ്മമാരുണ്ട്, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വീട്ടമ്മമാരും, എന്നാൽ ഹൈ ക്വാളിഫിക്കേഷനുള്ള ആളുകളും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലായി. നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ കമ്പനി ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല അല്ലെ. നമുക്ക് വിദ്യാഭ്യാസം ഇത്ര വേണമെന്നോ ഒരു MBA കഴിയണമെന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ പറയാണ് MBA കഴിയണം, ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നമുക്ക് എന്തില്ല, ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇത്ര വിദ്യാഭ്യാസം വേണമെന്നോ കാര്യങ്ങളോ ഇല്ല, ആർക്കും ഏറ്റെടുത്ത് ചെയ്യാം. അപ്പോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തു. അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാര്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര്, പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികള്, അതുപോലെ സാധാരണ വീട്ടമ്മമാര്, അങ്ങനെയുള്ള പല മേഖലയിലെ ആളുകളും ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഈ ഒരു 2-3 പ്രോഗ്രാമിന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ചന്ദ്രേട്ടന്റെ കൂടെ പോയി. ആദ്യം ഹസ്ബൻഡിന്റെ ഐഡിയ ആണ് അടിച്ചത്. 5000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അദ്ദേഹം ഗൾഫിലേക്ക് പോകുമ്പോൾ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി. പിന്നെ ബാക്കി പേസ്റ്റ് ഒക്കെ ഞാൻ ഉപയോഗിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ പ്രോഗ്രാം ഒക്കെ കേട്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. ഈ ഒരു ബിസിനസ് എനക്കും ഏറ്റെടുത്താൽ എന്താ എന്നൊരു തോന്നൽ എനക്കും വന്നു. കാരണം എന്താ, സാധാരണക്കാരൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാനും ഇതിലൊരു ഐഡിയ അടിച്ചാലോ. ഓക്കെ, എനിക്ക് താല്പര്യമുണ്ട്, ചെയ്തോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പൊ എന്ത് ചെയ്തു, പേരും അഡ്രസ്സും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഞാനൊരു ഐഡിയ അടിച്ചു. നമുക്കിവിടെ നോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നഷ്ടസാധ്യതകളൊന്നുമില്ല. നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട് അല്ലെ, DP റേറ്റിന് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ കമ്പനി പറയുന്നത് യൂസ് ആൻഡ് റെക്കമെൻഡ് എന്നാണ്. അപ്പൊ ഇത്രയും കമ്പനി യൂസ് ആൻഡ് റെക്കമെൻഡ് എന്ന് പറയണമെങ്കിൽ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റിൽ 100% വിശ്വാസം ഉണ്ട്, അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ മേഖലയിലും എന്താ കാണുന്നത്, പരസ്യം കണ്ടിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അതിൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ക്വാളിറ്റി ഇല്ലേ നമ്മളവരെ ചീത്ത അറിയാനൊന്നും പോകില്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കലും ഒഴിവാക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റില് നല്ല ക്വാളിറ്റി മനസ്സിലായി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ മോക്കുണ്ടായിരുന്ന ഒരു സ്കിൻ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ എടുത്തുണ്ടാക്കിയാണ് നടക്കുക.
കാല് നിലത്ത് വെക്കാൻ പറ്റൂല, കാലിന് പഴുപ്പ് വന്ന് വിരലൊക്കെ ഒട്ടിപ്പോയി, രാത്രി ഉറങ്ങാൻ ആവില്ല, ഭയങ്കര വേദനയായിരിക്കും, സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ, ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ആ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കും. ഇപ്പോ കുറെ ഇംഗ്ലീഷ് കാണിക്കും, അതുപോലെ ആയുർവേദത്തിൽ കാണിച്ചു കഴിഞ്ഞാല് മാറിക്കഴിഞ്ഞാൽ വരൂല എന്ന് പറയും. അങ്ങനെ കുറെ ആയുർവേദം കാണിച്ചു, അതുപോലെ ഹോമിയോ, ഇങ്ങനെ മാറി മാറി ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ലാസ്റ്റ് ഇതിങ്ങനെ കൂടി പുറത്തേക്ക് വരുന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞാലും വീണ്ടും തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റൂല, അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാം ഒഴിവാക്കി അലോപ്പതിയിലേക്ക് തന്നെ തിരിഞ്ഞു. വടകരയുള്ള ഒരു ധന്യ പ്രശാന്ത് ഉണ്ട്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ അത് ഒരു മാസം തുടർച്ചയായിട്ട്, ഇപ്പൊ ഒരു മാസത്തേക്ക് അവര് മരുന്ന് തന്നു കഴിഞ്ഞാൽ, ഓയിൽമെന്റ് തന്നു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെയും കൃത്യം അത് കഴിയുമ്പോഴത്തേക്കും ഒരു മാസം ഗുളികയും ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. അങ്ങനെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിച്ചു, പേസ്റ്റിലുള്ള റിസൾട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രോഡക്റ്റ് നമ്മള് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മളെ GTS പ്രോഗ്രാം ഫസ്റ്റ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്ലാനും കാര്യങ്ങളും മനസ്സിലാക്കി തരുന്ന പ്രോഗ്രാമാണ്. പിന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, അതുപോലെ FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, നമ്മൾ തുടക്കക്കാരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ട്രെയിനിങ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 ഡേ ട്രെയിനിങ്, ATP, LTP, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം എന്താണ്, ഫുഡ് സപ്ലിമെന്റ് ആണ്, ഒന്നും മരുന്ന് ഗണത്തിൽ വരുന്നതല്ല. നമ്മൾ തുടക്കക്കാർ വിചാരിക്കും ഇത് ക്യാപ്സ്യൂളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് രൂപത്തിലൊക്കെ ടോണിക് ആയിട്ടൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ മരുന്നാണോ, അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നൊക്കെ നമുക്ക് തുടക്കക്കാർക്ക് സംശയം ഉണ്ടാവും. അതുപോലെ എനക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ആണ്, ഡോക്ടേഴ്സിന്റെ കുറിപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതേപോലെ നമ്മൾ ഇത് എന്ത് ചെയ്യാം, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിപ്പോ അലോപ്പതിയിലാണെങ്കിൽ നമുക്കൊരു കുട്ടിക്ക്, ഒരു വലിയ ആൾക്ക് എഴുതിയൊരു മരുന്ന് ഒരു കുട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ എന്തുണ്ട്, നമുക്ക് പെട്ടെന്ന് മാറി കഴിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് ആണെങ്കിലോ, ഇപ്പൊ ഒരു കഫ്നില് വലിയ ആൾക്കാർക്കും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് ഉള്ളത്, അത് ചെറിയ ആൾക്കാർക്കും അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, കുട്ടികൾക്കും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോക്കുണ്ടായിരുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞത് ബ്ലഡ് പ്യൂരിഫയർ. നമുക്ക് സ്കിന്നിന്റെ പ്രോബ്ലങ്ങൾക്ക്, നമ്മളെ ബ്ലഡിന്റെ ശുദ്ധീകരണ കുറവ് അല്ലെ, ബ്ലഡിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സ്കിന്ന് വഴി പുറത്തേക്ക് വരുമ്പോഴാണ് ചർമ്മ രോഗങ്ങൾ വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ബ്ലഡ് പ്യൂരിഫയർ. വെരിക്കോസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ആ ഒരു ബ്ലഡ് പ്യൂരിഫയർ. അതുപോലെ തന്നെ നമ്മളെ ലക്ഷറിയസ് ഗണത്തിൽ വരുന്ന സോപ്പാണ് നീം സോപ്പ്. അതേപോലെ പിന്നെ നമുക്ക് ഡ്രൈ സ്കിന്നിന്, നമുക്ക് ഡ്രൈ സ്കിന്നിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഡ്രൈ സ്കിന്നിന് ചാമ്പി തൈലം. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് പ്രൊഡക്റ്റുകൾ, നമ്മുടെ മുറിവൊക്കെ ഉണങ്ങാൻ പറ്റുന്ന വൗണ്ട് ഹീലിംഗ് ക്രീം, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് മോക്ക് ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. പിന്നെ മാറിയെന്ന് മാത്രമല്ല, ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വർഷത്തോളായി ഈ ഒരു പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് വരെ അതിനു വേണ്ടി ഒരു ഡോക്ടറെ അടുത്ത് പോവാ, അല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നമേ തിരിച്ചു വന്നില്ല. മോളെപ്പോഴും പറയും എന്റെ കാലിങ്ങനെയാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക്. കാരണം അത്രയും മാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആയിട്ട് നമുക്ക് വീട്ടിലൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോ നമുക്കറിയാം അതിന്റെ ഒരു അല്ലെ വിഷമം എത്രയായിരിക്കും. അവര് കരിയാനോ നമുക്ക് ഉറങ്ങാനോ മര്യാദയ്ക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ ഒരിക്കലും നമുക്ക് പറ്റൂല. ആ ഒരു സമയത്ത് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് ഈ പ്രശ്നം മാറിയതിന് ശേഷം എനിക്ക് ഭയങ്കര സമാധാനം, സന്തോഷമായി. പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കണ്ടേ, എനിക്ക് ബിസിനസ് മൈൻഡ് ഒന്നും തുടക്കത്തിലില്ല, എങ്കിൽ പോലും ബിസിനസ് ആയിട്ടല്ല ഞാൻ ഏറ്റെടുത്തത്. ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എൻ്റെ മോക്ക് കിട്ടിയ, അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടിയ ഈ റിസൾട്ട് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഉൽപ്പന്നങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ നമ്മളെ കമ്പനി ഇറക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഇതിൽ ഏകദേശം ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റ് വളരെ ചുരുക്കിയേ ഉണ്ടാവും. കാരണം ഇപ്പം വന്ന കുറച്ച് പ്രൊഡക്റ്റ്, ഇപ്പൊ മേൻശക്തിമാൻ, അത് ലേഡീസിനുള്ളതല്ല. അങ്ങനെയുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും വീട്ടിൽ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ന്യൂട്രിയ ലൈഫ്, അതുപോലെ കവചപ്രാഷ്, പ്രോട്ടീൻ പൗഡർ,
95 12 ബോക്സോളം ഉപയോഗിച്ചു. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം ഇതിൽ നമുക്കറിയാം മരുന്നല്ലാത്തത് കൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയും കഴിക്കാം. സ്പെർണുല ഗോൾഡ്, അതുപോലെ തന്നെ ഫൈവ് സ്ട്രെസ് ഒക്കെ നമ്മൾ തുടക്കക്കാരിക്കും മാനസിക രോഗികൾക്ക് ഉള്ളതാണോ? നല്ല നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ്. അപ്പൊ നമുക്ക് ദേഷ്യം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ആണ്. അങ്ങനെ ഫൈവ് സ്ട്രെസ് അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച ഉൽപ്പന്നത്തിനെല്ലാം നല്ല റിസൾട്ട് തോന്നിയപ്പോ എന്താ നമ്മുടെ കമ്പനി പറയുന്നത് യൂസർ റെക്കമെൻഡ് എന്നാണ്. അപ്പൊ ഞാനും ലീഡേഴ്സ് പറഞ്ഞു നമുക്കൊരു ഹോം ഷോപ്പ് വീട്ടിൽ വെക്കണം. പക്ഷെ അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഈ പരിചയപ്പെടുത്തിയിട്ടില്ല ഫസ്റ്റ് ബിസിനസ് കൊണ്ടുവന്നിട്ടുള്ള ആള് ചന്ദ്രേട്ടൻ. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഈ ബിസിനസ്സിനെ പുറകെ നടക്കാൻ തയ്യാറായില്ല. ഇതിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവാതിരുന്ന സമയം അദ്ദേഹം മെല്ലെ എന്ത് ചെയ്യും അവരുടെ തിരക്കിലേക്ക് പോയി ഈ ഒരു ബിസിനസ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മുന്നിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും, രക്ഷിക്കണേ, നല്ല നിലയിൽ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു 10ാം ക്ലാസ് തോറ്റൊരു ആള് ഒരു MBBS എന്നെ ഡോക്ടറാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ. നമ്മൾ 10ാം ക്ലാസ് പാസ്സാവണം, MBBS കോഴ്സിന് ചേരണം, 5 വർഷം അത് പഠിക്കണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടൂ, ഒരു ഡോക്ടർ ആവാൻ പറ്റൂ. അപ്പൊ ഞാനിപ്പം ഒരു ടൈലറിംഗ് ഷോപ്പിൽ ഇരുന്ന് എന്നെ കോടീശ്വരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഒരിക്കലും സംഭവിക്കൂല അല്ലെ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു മേഖല ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ദൈവമായിട്ട് നമുക്ക് എന്തില്ല കുറെ പൈസ കയ്യിൽ തരൂല. ദൈവം എന്ത് ചെയ്യും നേരിട്ട് വന്ന അവസരം തരുന്നതിന് പകരം ദൈവതുല്യമായിട്ടുള്ള ഒരാള് വഴി നമ്മളെ കയ്യിലേക്ക് ബിസിനസ് എത്തിച്ചേരും. അങ്ങനെ ദൈവതുല്യരായിട്ടുള്ള ഒരാളായിരുന്നു എന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരാളായിരുന്നു എന്റെ വീടിനടുത്തുള്ള ചന്ദ്രേട്ടൻ. അദ്ദേഹം ഈ ഒരു ബിസിനസ് നിർത്തിയെങ്കിലും അദ്ദേഹത്തിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു ബിസിനസ് നിർത്തിപ്പോയെങ്കിലും എന്നെ ഈ ഒരു തുടക്കത്തിൽ പ്രോഗ്രാമിൽ എത്തിച്ചതും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് എന്താന്ന് മനസ്സിലാവാൻ കാരണം എനിക്ക് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം എന്നോട് പിന്നെ കാണുമ്പോൾ പറയും, ശ്രീജ ഒരിക്കലും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാ, നമ്മളോട് ലീഡേഴ്സ് ലിസ്റ്റ് ഇടാനൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മൾ ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ ഇവർ ഈ ബിസിനസ് ഏറ്റെടുക്കൂല, ഇവരത്ര പോരാ അല്ലെ ഇവർക്ക് പ്രായം കൂടുതലാണ്, അല്ലെ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും ചില ആളുകൾ എടുത്ത് പോകുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീജ അല്ലെ. ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. അദ്ദേഹം വിചാരിച്ച എന്താ, ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പിന്നെ അതാണല്ലോ പ്രോഗ്രാം ആണല്ലോ നടക്കുന്നത്, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചത്. പക്ഷെ അവിടെ സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ആ ഒരു പ്രോഗ്രാമിനെത്തിയ ഒരാൾ പോലും, ഞാൻ ഒഴികെ ഒരാൾ പോലും ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം അവര് എന്നേക്കാളും കഴിവുള്ള ആളാണ്. ഒരുപാട് പേരെ ഐഡിയ ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ഈ പഠിക്കാൻ തയ്യാറാവണല്ലോ. ഈ ഒരു ബിസിനസ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറാവണം. ആ ഒരു മെന്റാലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ ബിസിനസ് നിർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്തോ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നൊരു തോന്നല്, പിടിച്ചു നിന്നാ വിജയിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വലിയ കഴിവും കപ്പാസിറ്റിയും ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് എനിക്ക് ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് അന്ന് എന്താ, ഉൽപ്പന്നത്തിന് റിസൾട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ആളുകൾക്ക് കൊടുക്കാം, അത്ര മാത്രമേ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ RTC റാങ്കിലെത്തുന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലീഡേഴ്സ് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു ഹോം ഷോപ്പ് വീട്ടിൽ വെച്ചു. തുടക്കം ഒരു കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 50,000 രൂപയുടെ ഒരു സ്വർണം പണയം വെച്ച് 50,000 രൂപ ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഹോം ഷോപ്പിൽ വെച്ചു. വീടിനടുത്തുള്ള ആളുകളൊക്കെ വന്നു, വീട്ടിലെ ലീഡേഴ്സ് എന്ത് ചെയ്തു വന്നു, പ്രൊഡക്റ്റ് അവയർനെസ് നൽകിയപ്പം ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്തു, ടൈലറിംഗ് ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ നടത്തുന്നുണ്ടായിരുന്നു എന്ന്. ആ ഒരു സമയത്ത് രാവിലെ എൻ്റെ കയ്യിൽ ഒരു സ്കൂട്ടി ഉണ്ട്. രാവിലെ പോകുമ്പോഴും ചില വീടുകളിലേക്ക് കയറി ഉൽപ്പന്നം പരിചയപ്പെടുത്തും, വൈകിട്ട് തിരിച്ചു വരുമ്പോഴും ചില വീടുകളിലേക്ക്. കാരണം എനിക്ക് ഒരു ഉൽപ്പന്നം പോലും എന്തില്ല ആളുകൾക്ക് കൊടുത്ത് ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മൂക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഡക്റ്റുകൾ ആളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത്.
എന്റെ ടീമിൽ തുടക്കത്തിൽ ആ സമയത്ത് ലേഡീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ലേഡീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലേഡീസ് ഞാൻ മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്നുള്ളൂ. വന്ന ലേഡീസ് ഒക്കെ പോയിട്ടുണ്ട്, നിർത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ഒരു കോൺഫിഡൻസ് വെച്ച് ഞാൻ സംസാരിക്കും. അപ്പൊ അങ്ങനെ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഷോപ്പിൽ വരുന്ന ആളുകൾ, പിന്നെ ഞാനും യൂസ് ചെയ്തപ്പോ എനക്കും ചില മാറ്റങ്ങൾ, മുഖത്തിനൊക്കെ നല്ല, നമ്മളെ ഫേസ് വാഷും ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പരസ്യമില്ല അല്ലെ, നമ്മളെ പരസ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ആണ്. അപ്പൊ എന്നോട് ടൈലർ ഷോപ്പിൽ വരുന്ന ലേഡീസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി, നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല ഉൽപ്പന്നാണ്. അങ്ങനെ എന്റെ പിന്നെ മാറ്റം കണ്ടിട്ടും ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ടൈലർ ഷോപ്പിൽ നിന്നും ഒരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ നിരന്തരമായിട്ട് ഞാൻ ഈ പറഞ്ഞ FSSും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് വരുമാനം അല്ലെ, ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്കല്ല, ടീം വർക്കാണ്, ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ നമ്മൾ വീട്ടിലിരുന്നാലോ അല്ലെ മാറി നിന്നാലോ ഒരു ടൂർ പോയി കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് വരുമാനം അല്ലെ കിട്ടുന്ന ഒരു അവസരത്തിലാണ് ഞാൻ എത്തിയത്. എന്റെ ടൈലറി ഷോപ്പിൽ ഞാനൊരു 50 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറയുന്ന സമയത്ത് എനിക്ക് പിന്നെ വീട്ടിലിരുന്നാൽ വരുമാനമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ടൈലറി ഷോപ്പ് ഒഴിവാക്കി അവർക്ക് കൊടുത്തു. പൂർണ്ണമായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ബന്ധങ്ങളൊന്നും ഒരുപാടില്ല എങ്കിലും ഏട്ടന്റെ ഒരു സുഹൃത്തിന് ശ്വാസം മുട്ടലിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കവചപ്രാശം കഫ്നിലൊക്കെ കൊടുത്ത സമയത്ത് അവർക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് മാറാത്ത ആ ഒരു പ്രശ്നം മാറി കിട്ടുകയും അവരിലൂടെ ടീം വരാൻ തുടങ്ങി. ഒരു സൈഡിൽ അച്ഛൻ അനിയന്റെ മോള് വഴി ടീം വരാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മൾ കൊണ്ടുവന്ന, എനിക്ക് തുടക്കത്തില് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ന ഒരുപാട് ആളുകൾ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഇന്ന് ആരും നിർത്തിപ്പോവാൻ ഞാൻ സമ്മതിക്കാറില്ല. കാരണം ഇന്ന് ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി. അന്നത്ര ഇതുണ്ടായി സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നു, നമ്മളിലൂടെ വന്ന ആളുകൾ മാത്രമല്ല നമ്മളുടെ കൂടെ ഉള്ളത്. നമ്മളെ ISO സർട്ടിഫിക്കേഷൻ ഒരു പ്ലാൻ ആണ്. ആ പ്ലാനിന്റെ പ്രത്യേകത എന്താണ്, നമ്മളെ ഐഡിക്ക് താഴെ ആര് വന്ന് ID അടിച്ച് പ്രൊഡക്റ്റ് എടുത്താലും നമ്മളെ ബിസിനസ് ആയിട്ട് മാറും. അങ്ങനെ എനിക്ക് ആളുകളുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ബന്ധമുള്ള ആളുകൾ വന്നപ്പോ, നമുക്ക് കഴിവില്ലെങ്കിൽ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ വന്നാൽ മതി അല്ലെ. അങ്ങനെ വന്നപ്പോ ഇന്ന് പല ജില്ലകളിലും ടീമായി. നമ്മളെ ബിസിനസ്സിൽ നോ ഏരിയ ലിമിറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. നോ ഇൻവെസ്റ്റ്മെന്റ്, നോ ഏരിയ ലിമിറ്റ്, നോ ബോസ് ബിസിനസ്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഈ പുതുക്കൈ എന്ന് പറയുന്ന മലയോര പ്രദേശത്താണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇന്ന് എന്റെ ടീം, എന്റെ കൂടെയുള്ള പവർഫുൾ ലീഡേഴ്സിന്റെ വരവോടുകൂടി അവരൊക്കെ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് കോഴിക്കോടും കണ്ണൂരും വയനാടും മലപ്പുറത്തും പാലക്കാട് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലടക്കം ജില്ല വിട്ട് പുറത്തേക്ക് പോയി. ജമ്മു കാശ്മീരിലും ഇപ്പൊ ഒരു ടീം കോർഡിനേറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബിസിനസ് പോവാണ്. ഇപ്പൊ നമ്മളെ കയ്യിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ ഒരു ബിസിനസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും വിട്ടു പോകുന്ന കാണുമ്പോ, ഇത് അവർക്ക്, ഇപ്പൊ എന്നെക്കാളും കഴിവുള്ള ആളാണ് എന്നെ പരിചയപ്പെടുത്തിയ ചന്ദ്രേട്ടൻ. അപ്പൊ അവര് നിർത്തി പോകുമ്പോ എന്താ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത്, അവരൊക്കെ നിർത്തിയിട്ടുണ്ട്, എനിക്കിത് നടക്കില്ല എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഞാൻ എന്ത് ചിന്തിച്ചു, പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഇതിൽ നമുക്ക് പിടിച്ചു നിന്നാ വിജയിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഒരാഴ്ച 2 ആഴ്ച കൊണ്ടല്ല അല്ലെ, മാസങ്ങൾ കൊണ്ടല്ല. നമ്മൾ അറിയാം, ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ഷോപ്പ് തുടങ്ങിയാലും ആ ഒരു ഷോപ്പ് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ എഫേർട്ട് എടുക്കണം അല്ലെ. പക്ഷെ അവിടെ നഷ്ടസാധ്യത ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് നഷ്ടസാധ്യതയില്ല, എന്നാൽ നേടിയെടുക്കാൻ ഒരുപാടുണ്ട്. മറ്റുള്ളവരെന്ത് പറയുന്നോ എന്നല്ല, നമ്മൾ ഇതിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി, എന്ത് പഠിച്ചു എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാധാരണ മറ്റൊരാൾ അധികം അറിയപ്പെടാത്ത ഒരു ശ്രീജ ഇന്ന് ഈ ഒരു മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മളെ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ആളുകൾ അറിയാൻ തുടങ്ങി.
ഇപ്പം തന്നെ നോക്കൂലേ, ഞാനൊരു ടൈലർ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കില്ല അല്ലെ. ഞാനിപ്പോ ഒരു നല്ല ഡ്രസ്സ് തയ്ച്ചാൽ പോലും ആരും കൺഗ്രാചുലേഷൻസ് പറയില്ല. നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കിയാലും ആളുകൾ അറിയില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ആളുകൾ അറിയാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ ഏറ്റെടുത്തു. നിർത്തിപ്പോയ ആളുകളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടില്ല. ഇനിയും വരാൻ ആളുകളുണ്ട്. ഒരു മാവ് പൂത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇല കാണാത്ത രീതിയിൽ പൂക്കുലകൾ ഉണ്ടാവും. പക്ഷെ അത് ഉണ്ണി മാങ്ങയായി വരുമ്പോഴത്തേക്കും കുറെ തൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് കുറച്ച് വലിയ മാങ്ങയാവുമ്പോഴും കുറെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വീണ് പോയിട്ടുണ്ടാവും. എന്നാൽ നമ്മള് ആ ഒരു മാങ്ങ പഴുത്ത് വരുമ്പോഴേക്കും അല്ലെ, കിളിയൊന്നും കൊത്താതെ പഴുത്ത് വരുന്നത് കുറച്ച് മാങ്ങകൾ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് നമ്മളെ ബിസിനസ്സിൽ ആളുകൾ വരും, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ, ലീഡേഴ്സ് പറയുന്നത് അനുസരിക്കാതെ അല്ലെ. ചിലപ്പോൾ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ലീഡേഴ്സ് ആയിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക അല്ലെ. പക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ ലീഡേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ കൂടെ, നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ട്. അപ്പൊ നമ്മള് അവരെക്കാളും വിദ്യാഭ്യാസം, അവരെക്കാളും ആരോഗ്യമുള്ള ആള് ആവുമ്പോ നമ്മൾ ചിലപ്പോ വിചാരിക്കും, ഓ ഇവരിപ്പം എന്നെക്കാളും വിദ്യാഭ്യാസം ഇല്ലല്ലോ അല്ലെ, ഇവര് പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്, അല്ലാണ്ട് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്തുകൊണ്ട്, വിജയിച്ച ലീഡേഴ്സ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നിർത്തിപ്പോകുന്ന ആളുകളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. അപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ ടീം വരാത്ത സമയത്തൊക്കെ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ വരും വരും എന്ന് പറയുന്ന ആള് മറ്റുള്ള ടീമിന്റെ കൂടെ ഒക്കെ വന്നിരുന്ന സമയത്ത് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നിർത്തിപ്പോവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടക്കത്തില് നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ നിർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ നെഗറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെ ആളുകൾ വരുന്നില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ കരഞ്ഞ സമയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്ത ആളുകളെ കൊണ്ടുപോയി പ്രോഗ്രാം കേൾപ്പിച്ച് അവരൊന്നും എന്തില്ല, അവരൊക്കെ ഇറങ്ങിപ്പോന്ന ഈ ഒരു ടീ ബ്രേക്കിലൊക്കെ ഇറങ്ങിപ്പോന്ന സമയത്ത് ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ, അബ്ദുൽ കലാം സാറൊക്കെ പറയുന്നത് പോലെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മളെ തളർത്താനല്ല, നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാതെ നമുക്കിത് നടക്കില്ല, നമ്മളെ തലവര ശരിയില്ല എന്നൊന്നും പറഞ്ഞ് നിർത്തിപ്പോന്നതിന് പകരം, തലവര നല്ല ആൾക്കാരുണ്ട് നാട്ടില് അല്ലെ. നമുക്ക് തലവര ഇല്ലെങ്കിലും നമ്മുടെ താഴെ ഐഡിക്ക് താഴെ 2 പേര്, അവർക്ക് 1-ലും 2-ലും തലവരയുള്ള ആളുകൾ വന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മള് വിചാരിക്കും, ഓ ഇത് കേട്ട തന്നെ കേൾക്കുന്നുണ്ടല്ലോ പ്രോഗ്രാം അല്ലെ. നമുക്ക് 2,10,000 കണ്ടിന്യൂ തരുന്ന സമയത്ത് നമുക്ക് ഇത് എല്ലാ ആഴ്ചയും തരുന്ന എനിക്ക് വേണ്ട എന്ന് നമ്മൾ പറയൂലല്ലോ. അപ്പൊ നമ്മൾ കാണാറുണ്ട് റോഡ് സൈഡിലൊക്കെ വളരെ തീ പറക്കുന്ന വെയിലിലും എന്നാ കോടമയിലൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് റോഡ് പണിക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ 1,000 രൂപക്ക് വേണ്ടിയിട്ടാണ് ഒരു ദിവസം അത്രയും കഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇവിടെ ഒരു ടീം വർക്കാണ് അല്ലെ, നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് നല്ല ഡ്രസ് കോഡിൽ നമ്മൾ പഠിച്ച ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക, അവരെ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യിക്കുക, അവരൊക്കെ നമ്മൾ എന്താണോ ചെയ്തത് അത് അവരെ കൊണ്ടും കൂടെ ചെയ്യിക്കുക അല്ലെ. ഹോം മീറ്റിങ്ങുകൾ, ഹോം ഷോപ്പിങ്ങുകളൊക്കെ വെക്കുക. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് 3.5 കോടിയുടെ കച്ചവടം നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു തുടക്കത്തിലൊന്നും ബിസിനസ് ഏറ്റെടുത്തിട്ടില്ല. ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ ശരിക്കും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഞാനൊരു എൻ്റെ നാട്ടില് വാണിമേലിൽ ഒരു ഷോപ്പാണ് ഇടുന്നതെങ്കിൽ, നമ്മൾ ഷോപ്പിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് എന്തുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ. നമുക്ക് സെക്യൂരിറ്റി, അതുപോലെ വാടക, പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ അതുപോലെ കറണ്ട് ബില്ല് അടക്കണം, ആരെങ്കിലും നമ്മുടെ കൂടെ ജോലിക്കേണ്ട അവർക്ക് പൈസ കൊടുക്കണം അല്ലെ, ശമ്പളം കൊടുക്കണം. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ എനിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ്. ഇന്ന് 3.5 കോടിയുടെ കച്ചവടം കഴിഞ്ഞു. ടോട്ടൽ ബിസിനസ് എന്നെ സംബന്ധിച്ച് ഇവിടെ വാടകയോ കറണ്ട് ബില്ലോ അല്ലെ ഒന്നും ഇവിടെ ഇല്ല, നഷ്ട സാധ്യതകളൊന്നുമില്ല, ഒരു ചെലവില്ല. അപ്പം അത്രയും നല്ലൊരു അവസരമാണ്. ഇവിടെ ലേഡീസ് ആണോ ജെൻസ് ആണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല ഒന്നുമില്ല.
ഇവിടെ എല്ലാവർക്കും എന്താണ്, ഇവിടെ ആകെ കമ്പനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ, സ്വപ്നം കാണാൻ പറ്റുന്ന ആളാണോ, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മതി. നമ്മുടെ കൂടെ വന്നവരെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു ബിസിനസ്സിൽ വന്നതിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ എന്റെ ടൈലറി ഷോപ്പിന്റെ മുന്നിൽ ഒരു ടൈലറി ഷോപ്പ് വരികയാണെങ്കിൽ എനിക്ക് എന്താണ് ടെൻഷനാണ്, എന്റെ പണി പോവോ, അവര് എന്നെക്കാളും വിജയിക്കോ എന്നുള്ള ടെൻഷനാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമുള്ള മാറ്റം എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ദൈവമേ അവരെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കണേ, എത്രയും പെട്ടെന്ന് അവരെ സുഖപ്പെടുത്തണേ അല്ലെ. നമ്മളിപ്പം നമുക്ക് 100% അറിയാം, വെരിക്കോസ് ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്താണെങ്കിലും നമുക്ക് അലോപ്പതിയിൽ കൂടി പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റില്ലെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു അസുഖത്തിനുള്ള മരുന്നല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഫുഡ് സപ്ലിമെന്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുമ്പോൾ, തൈറോക്സിൻ ഉൽപാദനം കുറയുമ്പോൾ ജീവിതകാലം മുഴുവൻ തൈറോക്സിന് ഡോക്ടർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ആ കൊടുക്കുന്ന മരുന്നിന്റെ കൂടെ ഒരു 3 അല്ല 6 മാസം നമ്മുടെ തൈ ഹെൽത്ത് 95 ഉപയോഗിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തൈറോക്സിൻ ഡോക്ടർ കൊടുക്കുന്ന മരുന്നിന്റെ ഡോസ് കുറക്കുന്നു, പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് ഗുളിക നിർത്താൻ വേണ്ടി ഡോക്ടർ പറയുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് ഷുഗർ, പാൻക്രിയാസിന്റെ പ്രവർത്തനം കുറയുമ്പോൾ, ഇൻസുലിൻ ഉൽപാദനം കുറയുന്ന സമയത്ത് നമുക്ക് അത് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മരണം വരെയും ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ ഗുളിക രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും കൊടുക്കുന്നു. നമ്മളാണെങ്കിലോ അതിന്റെ കൂടെ തന്നെ ആ ഒരു ഇൻസുലിൻ നിർത്താതെ അതിന്റെ കൂടെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 6 മാസം നമ്മുടെ ഡയാബ ലൈഫ് അല്ലെ, നമ്മളെ പാൻക്രിയാസിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആ പാൻക്രിയാസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, ഇൻസുലിൻ ഉൽപാദനം തുടങ്ങുന്നു. നമുക്ക് ഡോക്ടർ തരുന്ന മരുന്നിന്റെ ഡോസ് കുറച്ച് പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് ഗുളിക നിർത്താൻ വേണ്ടി പറഞ്ഞ ആളുകൾ നമ്മളെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഉൽപ്പന്നങ്ങൾ ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യണം, നമ്മളിപ്പം നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ഒരു MBBS ഡോക്ടറാണ് അല്ലെ, നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ്, പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കാളും അറിവുള്ള ആളാണ്. ഇപ്പൊ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഒരു ജഡ്ജിക്ക് അല്ലെ വക്കീലിനെ അറിയാം. ഇപ്പൊ ഒരു വക്കീലിനോട് സംസാരിക്കും, നമ്മൾ ഇവിടെ ഒരു കള്ളം പറയുന്നില്ല. ഇനി ഒരു MBBS ഡോക്ടർക്ക് നമ്മളെക്കാളും അറിവുണ്ട്, പക്ഷെ നമ്മൾ എന്ത്, അവരുടെ ആ അറിവല്ല നമുക്കുള്ളത്. നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ചും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും 100% നമുക്ക് കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആരെ മുന്നിലും സംസാരിക്കുമ്പോൾ ഒരു പേടിയും വേണ്ടയില്ല. അവര് ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലീഡേഴ്സ് വിളിക്കുമ്പം കൃത്യമായിട്ട് പ്രോഗ്രാം അല്ലെ, നമ്മളെ ഇവിടെ കോടികൾ കിട്ടുന്ന ഒരു അവസരം നമ്മളെ കൈ കിട്ടിയിട്ടും നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നവരെ തുടക്കക്കാര് 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെടും. എന്നാൽ നമ്മൾ എല്ലാ തിരക്കും കഴിഞ്ഞില്ല, എല്ലാ തിരക്കും കഴിഞ്ഞ് വീടിനടുത്ത് ഒരു കല്യാണം ഉണ്ടെങ്കിലോ ഒരു വീട്ടിൽ കൂടലുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെ തിരക്കുണ്ട് അതൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അല്ലെ മൈ ലൈഫ് സ്റ്റൈൽ എന്നാണ് തുടക്കക്കാര് കരുതുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്, 3 തലമുറ നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. ആ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായ സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ലീഡേഴ്സ് പറഞ്ഞു സ്വപ്നങ്ങൾ വേണം, സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലൂടെ ആദ്യമായിട്ട് വാങ്ങിയ ഒരു ഫോൺ 10000 രൂപയുടെ ഒരു മൊബൈൽ ഫോണായിരുന്നു. പക്ഷെ അതിനുശേഷം ഫോണുകളൊക്കെ കുറെ മാറി. ഇന്ന് ഐഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നു, കുട്ടികൾക്ക് ഐഫോൺ എനിക്ക് ഐഫോൺ ഉപയോഗിക്കുന്നു, കുട്ടികൾക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പൊ 2 മക്കളാണ്. മോളിപ്പം 22 വയസ്സായി, മോൻ 20ാമത്തെ വയസ്സായി. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല അവര് ശരിക്കും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ 2 വീലറാണ് ഉണ്ടായിരുന്നത്. അന്ന് 2 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് എന്നോട് 4 വീലറിന്റെ ലൈസൻസ് കൂടെ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ അതില് അപ്പൊ നമുക്ക് പൈസ കുറവാണ്, രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഞാൻ ഒരിക്കലും കാറൊന്നും വാങ്ങാൻ പോകുന്നില്ല, പിന്നെ അതിന്റെ ലൈസൻസ് എടുത്തിട്ട് എന്താ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുത്തു. വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനും, അതുപോലെ തന്നെ മോക്കൊരു സ്വർണത്തിന്റെ ചെയിൻ വാങ്ങിച്ചു കൊടുക്കാനും, കൈ ചെയിൻ വാങ്ങിച്ചു കൊടുക്കാനും, അങ്ങനെ ഓരോരോ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ സമയത്ത് കൂടെ വന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നിന്ന സമയത്ത് എന്റെ ആഴ്ച വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ 50,000 വരുമാനം ആഴ്ചക്ക് വരാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് കാറൊക്കെ വാങ്ങാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നത്. ഞാൻ അന്ന് തുടക്കത്തിൽ ഒരു സെലേറിയ വണ്ടിയാണ് എഴുതി വെച്ചിരുന്നതെങ്കിൽ
ഞാൻ കൊറോണ സമയത്താണ്, എല്ലാവർക്കും വരുമാനം ഇല്ലാതിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ കാർ എടുക്കുന്നത്. ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു ഞാൻ സ്വന്തമാക്കിയത്. കാറിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കാറൊന്നും ഒരിക്കലും വാങ്ങില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാറൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതോ ഒരു വണ്ടി, അത് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊന്നല്ല, എന്നാലും ഒരു ടാറ്റയുടെ ഒരു വണ്ടി വാങ്ങി. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ നമ്മളറിയാം, സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ആൾക്കാരുടെ കൂടിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് തുടക്കത്തിൽ പണ്ട്. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിലൂടെ BMW, ഓഡിയും ബെൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയ പവർഫുൾ ലീഡേഴ്സിന്റെ കൂടെയാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവരുമായിട്ടാണ് മിങ്കിളായിട്ട് സംസാരിക്കുക. അപ്പൊ നമ്മൾ ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു പറഞ്ഞതുപോലെ എനിക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാന് ആ ഒരു കാറ്, 7 ലക്ഷത്തിന്റെ കാറ് വാങ്ങുന്ന സമയത്ത് എന്റെ വീട്ടില് ഞാൻ 10 വർഷം ഇവിടെ വീട്ടിൽ താമസിച്ചെങ്കിലും മുറ്റം ഒന്നില്ല, കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, നന്നാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാറ് വാങ്ങിക്കുമ്പോ നമ്മൾ അതൊക്കെ ശരിയാക്കിയാലല്ലേ കാറ് വാങ്ങിയ ഒരു രസമുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മുറ്റമൊക്കെ മതില് കെട്ടി മുറ്റ ഇന്റർലോക്ക് ഇട്ടു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, കാറ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇപ്പം ഞാൻ അതിനുശേഷം മോക്കൊരു 2 വീലർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി. നമ്മള് പ്രോഗ്രാം നിരന്തരം അറ്റൻഡ് ചെയ്തു, വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് സംസാരിക്കാൻ പഠിച്ചു. തുടക്കത്തിൽ ഒരു 5 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന ആളായിരുന്നു ഞാൻ. ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലും സ്റ്റേജിൽ മൈക്ക് പിടിച്ച് എക്സ്പീരിയൻസ് പറയാനും GTS എടുക്കാനും ഒക്കെ ഒരു കഴിവുള്ള ഒരാളായിട്ട് മാറിയത് ഈ ഒരു ബിസിനസ്സിൽ വന്നത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പം NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി 25 ലക്ഷത്തിന്റെ വണ്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു സ്വപ്നവും ഇല്ലാതിരുന്ന ഒരു സാധാരണ വീട്ടമ്മ ഇന്ന് സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചു, അതൊക്കെ നേടിയെടുക്കാൻ പഠിച്ചു. ഇന്ന് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ജമ്മു കാശ്മീരിൽ നിന്നും അവര് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ഒരു അവസരമാണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയ അവസരം ചെറുതല്ല, നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയുന്നവർക്ക് ഈ ബിസിനസ് സാധിക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് തുടക്കക്കാരോട് പറയാനുള്ളത്, നമുക്ക് എല്ലാ കഴിവുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതിനെക്കുറിച്ച് പഠിക്കുക. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് പരീക്ഷ എഴുതേണ്ട കാര്യമൊന്നല്ല പറയുന്നത്. ഈ ഒരു ബിസിനസ്സിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെ, നമ്മളെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനും ബിസിനസ് പറയാനും പ്ലാൻ ഒന്ന് പറയാനൊക്കെ പഠിച്ചാൽ മാത്രം മതി. അപ്പം ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുക. നമുക്ക് 3 തലമുറ നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു അവസരമാണ് നമ്മളെ കൈ കിട്ടിയിരിക്കുന്നത്. ഇപ്പം MA യൂസഫ് അലി ചെയ്യുന്നത് എന്താ അല്ലെ, മുത്തൂറ്റ് പാപ്പച്ചൻ, ഗോകുലം ഗോപാലൻ സാറൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് അവസരം തന്നെയാണ് നമ്മുടെ കൈ. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ലോകമൊട്ടുക്കും ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ആളുകളെ വെച്ച് അല്ലെ, മാനേജ്മെന്റ് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ആളുകളെ വെച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോ എന്ത് ചെയ്യാം, നമുക്കെല്ലാവർക്കും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് സാധാരണക്കാരാണ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ വലിയ കോടീശ്വരനായി മാറിയിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ പ്രൂവ് ചെയ്തൊരു ബിസിനസ്സാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇനി നമ്മളായിട്ട് പ്രൂവ് ചെയ്യണ്ട അല്ലെ, പ്രൂവ് ചെയ്ത ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഡാറ്റ സെല്ലിംഗ് ഇവിടെ ഉണ്ട് അല്ലെ, ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഡാറ്റ സെല്ലിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ 12 വർഷമായിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ എന്താണ് ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇനി വേൾഡിലേക്ക് തന്നെ നമ്പർ 1 ആവാൻ പോകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരുപാട് സയന്റിസ്റ്റ് വിങ് അല്ലെ, ഡോക്ടർ DP അനന്തനാരായണനെ പോലെയുള്ള ഒരുപാട് സയന്റിസ്റ്റ് വിങ്ങിന്റെ കീഴിലാണ് നമ്മളെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അതില് നമ്മളെ മറ്റ് പുറത്ത് കാണുന്ന ആയുർവേദ പ്രൊഡക്റ്റിലൊന്നും കിട്ടാത്ത അല്ലെ, വളരെ ചുരുക്കം പ്രൊഡക്റ്റ് മാത്രം കിട്ടിയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. യാതൊരുവിധ സൈഡ് എഫക്റ്റും സ്റ്റിറോയിഡോ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. വിദേശത്തേക്ക് പോലും പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ ബില്ല് പോലും ചോദിക്കുന്നില്ല, അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ. അപ്പൊ ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. ഇനി വരുന്ന ആളുകൾക്ക് കമ്പനി 12 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു ഇനി വരുന്നത് വെൽനസ് ഉൽപ്പന്നങ്ങളുടെ കാലമാണ്. അപ്പോ
ഈ ഒരു ബിസിനസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല നിർത്തണ്ട അല്ലെ. എല്ലാരും പറയോ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. എന്ന് വെച്ച് ഇവര് വിചാരിക്കുന്നത് ഒരുപാട് ബിസിനസ് വന്നു പോകുന്നുണ്ട് അല്ലെ, കുറെ മണി ചെയിനുകൾ വന്നു പോകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ബിസിനസ് ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്നു പോയി. കുറെ ആളുകളൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ പല ബിസിനസ്സിലേക്കും പോയി പെട്ടിട്ടുണ്ട്. അതുമില്ല ഇതും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് തോണിയെ കാല് വെക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു ചെയ്യുന്ന മേഖലയെ കുറിച്ച് കൃത്യമായി കമ്പനിയെ കുറിച്ചോ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ കോടികൾ ആസ്തിയുള്ള മഹാവീർ മെറ്റൽസിലെ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ ബിസിനസ് ഉള്ള ആളുകളാണ് നമ്മളെ കമ്പനിയുടെ പിന്നെ എന്താണ് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, മഴയത്ത് പൊടിക്കുന്ന കുമ്മിലിനെ പോലെ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നു, പൊട്ടിപ്പോകുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ് കൃത്യമായി ഏറ്റെടുത്താൽ നമ്മളറിയാം അല്ലെ, മുബീൻ സാറ് അതുപോലെ തന്നെ മോഹനൻ സാറ് പോലെയുള്ള കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ബെന്നി സാറ് പോലെയുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സത്യം മാഷ്, പ്രസാദ് സാർ, അങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മുന്നിൽ കാണിച്ചു തരികയാണ്, പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ അടക്കം അല്ലെ, 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സോമകുമാർ സാറടക്കം ഇന്ന് കോടികൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നാണ്. നമുക്ക് നമ്മളെ കഴിവിൽ അല്ലെ, പ്രൊഡക്റ്റ് നന്നായിരിക്കും, ബിസിനസ് പ്രൊഡക്റ്റ് നമ്പർ 1 ആണ്, കമ്പനി നമ്പർ 1 ആണ്, ടീം നമ്പർ 1 ആണ്, ലീഡേഴ്സ് ഒക്കെ നമ്പർ 1 ആണ് നമ്മളെ കൂടെയുള്ള. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുവോ വിജയിക്കുവോ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം ആദ്യം. അല്ലാണ്ട് നമ്മള് ഇത് ചെയ്ത് നോക്കാം അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് ഇത്ര വർഷത്തേക്ക് ഞാൻ ഇന്ന ലെവലിലേക്ക് എത്തും എന്ന് എന്ത് ചെയ്യണം, നോക്കിയിട്ട് കൃത്യമായി എഴുതി വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുക. ബോസ് ബിസിനസ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് നമ്മളെ ബോസ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമുക്ക് ടാർഗറ്റ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ലീഡേഴ്സ് ഒക്കെ കോൺടെസ്റ്റും പല കാര്യങ്ങളും വെച്ച് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഏറ്റെടുക്കുക. കമ്പനി ഒരുപാട് വരുമാനം തരുന്നുണ്ട്. 2,10,000 മാത്രമൊന്നും അല്ല അല്ലെ, അത് വെറും സെയിൽസ് ടേൺ ഓവർ ആണ്. ആഴ്ചയിൽ തരുന്ന സെയിൽസ് ടേൺ ഓവർ ബോണസ് ആണ് നമുക്ക് തരുന്നത് 2,10,000. അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് 9ഓളം വരുമാനങ്ങളുണ്ട്. കോടികൾ വാങ്ങിക്കാനുള്ള അവസരമാണ് നമ്മളെ കൈ കിട്ടിയത്. ഈ കോടികൾ വാങ്ങാൻ നമ്മൾ തയ്യാറായാൽ മതി. കമ്പനി ആർക്കും കൊടുക്കും അല്ലെ, ബിസിനസ് നടന്ന ആർക്കും കമ്പനി കൊടുക്കും. അത് ആണാണോ പെണ്ണാണോ പ്രായമുള്ള ആണോ ഒന്നും അവര് നോക്കുന്നില്ല. നമ്മൾ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ ഇത്രയൊക്കെ ഇനി അടുത്ത ഫോർച്യൂണറൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും വലിയ വണ്ടിയൊക്കെ. ഇപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എന്റെ മോള് പറയും, അമ്മ ഇങ്ങനെ ഈ വണ്ടിയൊക്കെ എടുത്ത് പോകും, ഞാൻ പാലക്കാടൊക്കെ ഡ്രൈവ് ചെയ്ത് പോകും. അതാണ് ഇത്രയും ദൂരെയൊക്കെ. ആദ്യമായിട്ട് പാലക്കാട് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ പുതിയ വണ്ടി എടുത്ത ഉടനെയായിരുന്നു, വണ്ടി എടുത്ത ഉടനെ ഞാൻ പറഞ്ഞു നമ്മളെ പിന്നെ പാലക്കാട് പോകണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ര ദൂരമൊന്നും പോകാനായിട്ടില്ല, പുതിയ വണ്ടിയാണ്, ഇപ്പൊ ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ അന്ന് ഞാൻ പറയുന്നത് എന്താ, നമ്മൾ പോയി നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാവും. ഞാൻ അന്നൊരു ഡ്രൈവറെയും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോകുമ്പോൾ ഡ്രൈവർ വേണം അല്ലെ. അപ്പൊ എനിക്ക് എന്നാ കോൺഫിഡൻസ് ആണെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ എന്റെ കൂടെ ഡ്രൈവിംഗ് അറിയുന്ന ആരും ഇല്ലായിരുന്നു. ഞാൻ 4-5 പേരുമായിട്ട് പിന്നെ പാലക്കാടേക്ക് പോയി ബിസിനസ് പറഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു. അപ്പം എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണം, ആ കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്, നമുക്ക് ടൈമിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. എങ്കിലും ഞാൻ പറയാണ്, ഈ ഒരു ബിസിനസിന്റെ എല്ലാ ഉയരങ്ങളിലും നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ടീമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും കൃത്യമായ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്, എന്നെ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നതിന്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ സാധാരണ മേഖലയിൽ എത്ര പുലിയാണെങ്കിലും നമ്മളെ ആരും അറിയില്ല അല്ലെ. പക്ഷെ ഇന്ന് ഈ ഒരു മൈലേജ് സ്റ്റൈൽ വന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ എന്നെ കേട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ പറയാണ്. എന്തായാലും എല്ലാവർക്കും കൃത്യമായ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഒരു എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.